നമസ്കാരം. കഴിഞ്ഞ ദിവസം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റിലായ PFI ഭീകരൻ മൊയ്തീൻകുട്ടി മാസ്റ്റർ എന്നൊക്കെ ഇവർ വിളിക്കുന്ന PFIയുടെ പരിശീലകൻ. യഥാർത്ഥത്തിൽ അയാൾ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ചല്ല അറസ്റ്റിലായത് എന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കും? യഥാർത്ഥത്തിൽ സംഭവിച്ചത് മറ്റൊന്നാകാനാണ് സാധ്യത. ആ ഒരു കാര്യം മാത്രമല്ല, മൊയ്തീൻകുട്ടിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടും അല്ലാതെയും PFI ഭീകരതയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 4-5 കാര്യങ്ങളാണ് ഇന്ന് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഒന്നാമത്തെ കാര്യം ഈ മൊയ്തീൻകുട്ടിയുടെ അറസ്റ്റ് തന്നെയാണ്. ഇയാൾ UAEയിൽ പോയി കഴിഞ്ഞ കുറേ 5-6 വർഷങ്ങളായിട്ട് UAEയിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു. അവിടെ ഒരു കോൺട്രാക്ടറുടെ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ഇയാൾ കേരളത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് PFIയുടെ ആയുധ പരിശീലകനായിരുന്നു. പരിശീലകൻ മാത്രമല്ല, ഈ പരിശീലന ശൃംഖലയുടെ ഒരു കോർഡിനേറ്ററുമായിരുന്നു ഇയാളെന്നാണ് NIA പറയുന്നത്. ഇയാൾ 100 കണക്കിന് ആൾക്കാരെ പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ PFI നിരോധനത്തെ തുടർന്ന് ഇയാൾ ഇന്ത്യക്ക് വെളിയിൽ പോയി ഇങ്ങനെ UAEയിൽ കഴിയുന്നു. അയാൾ ഒരു ദിവസം സുപ്രഭാതത്തിൽ ഇന്ത്യയിൽ വരുന്നു. കൊച്ചി വിമാനത്താവളത്തിൽ വെച്ച് ഇയാളെ അപ്പോൾ തന്നെ ആരോ തിരിച്ചറിഞ്ഞ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു. ഇതാണ് കഥ പറയുന്നത്, അല്ലെങ്കിൽ ഇതാണ് വാർത്തകൾ വരുന്നത്. ഇതാണ് മാധ്യമങ്ങൾ ഒരു ചോദ്യം പോലും ചോദിക്കാതെ ഇത് കൃത്യമായി പ്രസിദ്ധീകരിക്കുന്നത്. ഒരു ദിവസത്തെ വാർത്തയുടെ മൂല്യം മാത്രമേ അതിനുള്ളൂ. ഇനിയിപ്പോൾ അയാളെ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ പോലും കാര്യമായിട്ട് ഇത് സംബന്ധിച്ച് ചർച്ചയുണ്ടാവുന്നില്ല. അതുതന്നെയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ യഥാർത്ഥത്തിൽ മൊയ്തീൻകുട്ടിയെപ്പോലൊരു ഇന്ത്യ വിരുദ്ധ ഭീകരൻ അറസ്റ്റിലാവുമ്പോൾ അതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു എഫേർട്ട്, ഒരു വലിയ ശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മളെങ്കിലും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പറയുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, മൊയ്തീൻകുട്ടി ഒരു വളരെ പ്രധാനപ്പെട്ട രാജ്യവിരുദ്ധ പ്രവർത്തനം ആരോപിക്കപ്പെട്ടിട്ടുള്ള ഒരു കേസിലെ പ്രതിയാണ്. ഇയാൾക്ക് വേണ്ടിയിട്ട് NIA തിരച്ചിൽ നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. ഇൻ്റർപോളിനും നോട്ടീസ് പോയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇയാളെ പിടിച്ചു കൊടുക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇയാളുമായി ബന്ധപ്പെട്ട് വിവരം കൊടുക്കുന്നവർക്ക് പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇയാൾക്ക് തീർച്ചയായിട്ടും അയാളുടെ കേസിൻ്റെ ഗൗരവം അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇയാൾ 5-6 വർഷമായിട്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ പെട്ടിയും തൂക്കി നേരെ കൊച്ചി വിമാനത്താവളത്തിൽ വന്നിറങ്ങി പോലീസിന് പിടികൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അയാൾ അത്ര വിഡ്ഢിയൊന്നുമല്ല. അയാൾ ഒരു വലിയ ഭീകര സംഘടനയുടെ പരിശീലനമാണ്. അയാൾ ചെറുപ്പക്കാരനുമൊന്നുമല്ല. നിരവധി ആൾക്കാർക്ക് പരിശീലനം കൊടുത്ത, നിരവധി വർഷങ്ങളുടെ ഈ ഭീകരപ്രവർത്തനത്തിൻ്റെ പരിചയമുള്ള ആളാണ്. അങ്ങനെ ഒരാൾ പെട്ടിയും തൂക്കി നേരെ UAEയിൽ നിന്ന് എല്ലാ അടിപിടി കേസിലൊക്കെ പെട്ടി ഇവിടുന്ന് പോകുന്നവർ കേസ് തണുക്കുമ്പോൾ തിരിച്ചു വരുന്ന പോലെ വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെയല്ല സംഭവിക്കുക. ഇങ്ങനെയുള്ള മിക്കവാറും എല്ലാ കേസുകളിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മളുടെ ഇൻ്റലിജൻസാണ്. പ്രത്യേകിച്ച് നമ്മളുടെ വിദേശ ഇൻ്റലിജൻസ് ഏജൻസിയായ R&AW ആണ്, റോയാണ്. റോ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ലിസ്റ്റ് NIAയുടെ കയ്യിൽ നിന്ന് ലഭിക്കുമ്പോൾ അവരുടെ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഇവരെ അവിടെയെല്ലാം തപ്പുകയും അവസാനം ലൊക്കേറ്റ് ചെയ്യുകയും മാസങ്ങളോളം ഇവരെ ട്രാക്ക് ചെയ്ത് അതേ ആളാണ് എന്ന് ഉറപ്പിക്കുകയും ഇത്തരം എല്ലാ കാര്യങ്ങളും ഉറപ്പിച്ച ശേഷം സൗഹൃദ രാജ്യമാണെങ്കിൽ, തീർച്ചയായിട്ടും UAE നമ്മുടെ സൗഹൃദ രാജ്യമാണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഏജൻസികളുമായി ബന്ധപ്പെട്ട് ഇയാളെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് വിമാനത്തിൽ ഇന്ത്യയിൽ എത്തിക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇന്ത്യയിൽ ഇയാൾ വിമാനം ഇറങ്ങി പുറത്തു വരുന്ന ആ നിമിഷം ഇയാളുടെ പിന്നിലുള്ള ഈ അജ്ഞാത സംഘം അവിടെ നിന്ന് അപ്രത്യക്ഷരാകും. പിന്നീട് NIAയും പോലീസും ഇത് ഏറ്റെടുക്കുകയാണ്. ഇത് വളരെ കൃത്യമായി പ്ലാൻഡായിട്ട് പരസ്പരം സഹകരണത്തോടു കൂടി 2 രാജ്യങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. പക്ഷേ ഇത് പരസ്യമായിട്ട് ചെയ്യുന്നതല്ല. ഒരു പക്ഷേ പല രീതികളിൽ നമ്മൾ ആൾക്കാരെ എടുക്കാറുണ്ട്. അതായത് അവിടെ നിന്ന് കുറ്റവാളികളെ നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാറുണ്ട്. ഇന്ത്യയുമായിട്ട് കുറ്റവാളികളെ കൈമാറാനുള്ള നമ്മൾക്ക് 48 രാജ്യങ്ങളുമായിട്ട് നമുക്കതുമായി ബന്ധപ്പെട്ട കരാറുകളുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഇൻ്റർപോൾ വഴി നമ്മൾ ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് നമ്മൾ ഇന്ത്യയിൽ എത്തിച്ച് വിചാരണയ്ക്ക് അവരെ വിധേയരാക്കാറുണ്ട്. പക്ഷേ ഇതൊന്നും സംഭവിക്കാൻ, അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ സാധ്യമല്ലാത്ത, അല്ലെങ്കിൽ അതിന് സമയമില്ലാത്ത ചില കേസുകളിലെങ്കിലും പരസ്പരം രഹസ്യമായിട്ട് തന്നെ ഏജൻസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാറുണ്ട്. അങ്ങനെയുള്ള കേസുകളിലാണ് വിമാനത്താവളത്തിൽ വെച്ച് മിക്കവാറും, അങ്ങനെ 90% അങ്ങനെയുള്ള കേസുകളിലാണ്
കൃത്യമായിട്ട് ഈ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ശരിക്കും വിമാനത്താവളത്തിൽ വെച്ച് ഫോർമലായ സാങ്കേതികമായി പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ശരി. കാരണം വിമാനത്താവളത്തിൽ വെച്ചാണ് യഥാർത്ഥത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്, അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇവർ ഇന്ത്യൻ ഏജൻസികളുടെ പിടിയിലായി കഴിഞ്ഞിട്ടുണ്ടാവും. അതും മാസങ്ങളുടെ നിരീക്ഷണത്തിന് ശേഷമാണ് ഇവരെ പിടിക്കുന്നത്. അങ്ങനെ ഒരു നിശബ്ദമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഭാരതത്തിനുണ്ട്. അതും തീവ്രവാദികളെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്ന സംവിധാനമുണ്ട്. ഈ അജ്ഞാതർ വെടിവെച്ചു കൊന്നു എന്നൊക്കെ പറയുമ്പോൾ അതുമാത്രമാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇങ്ങനെയും ഒരു സംവിധാനം ഉണ്ട് എന്നുള്ളതാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന ഒന്നാമത്തെ വിവരം. ഇനി രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇയാൾ 100 കണക്കിന് ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്തു എന്നാണ് NIA തന്നെ പറയുന്നത്. 2 ചോദ്യമാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, ഇയാളൊരു മാസ്റ്റർ ട്രെയിനർ ആണെങ്കിൽ ഇയാൾ മാത്രമാണോ മാസ്റ്റർ ട്രെയിനർ എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്ന് മാത്രമല്ല, ഇയാൾ ട്രെയിനിങ് കൊടുത്ത ഒരു 100ഓളം ആൾക്കാരുണ്ട്. നമുക്ക് ഓർമ്മയുണ്ട്, വർഷങ്ങൾ മുമ്പ്, എനിക്ക് തോന്നുന്നത് ദശകങ്ങൾ മുമ്പ് തന്നെ വടക്കൻ കേരളത്തിൽ പല ഭാഗങ്ങളും നായകളെ വെട്ടി പരിശീലനം നേടുന്ന ആൾക്കാരുണ്ടായിരുന്നു. പല നായ്ക്കൾക്കും, തെരുവ് നായ്ക്കൾക്കും വലിയ തോതിൽ പരിക്കേൽക്കുന്ന സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുമായിരുന്നു. ഇതെല്ലാം ഈ പറയുന്ന പരിശീലനത്തിൻ്റെ ഭാഗമാണ്. PFI എന്നുള്ളത് ഇവരുടെ ഒരു താൽക്കാലിക വാഹനം മാത്രമാണ്. ഇന്ന് PFI നിരോധിച്ചാൽ നാളെ മറ്റൊന്ന്. ആ രീതിയിൽ ഇങ്ങനെ പരിശീലനം കൊടുക്കുന്നവരുണ്ട്. ആ പരിശീലനം നേടിയവർ കേരളത്തിൽ അങ്ങോളോ ഇങ്ങോളോ ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. അപ്പോൾ മൊയ്തീൻകുട്ടി ഒരാളല്ല, ഒരു മൊയ്തീൻകുട്ടി മാത്രമല്ല പരിശീലനം കൊടുത്തത്. ഇൻ്റലിജൻസ് ഏജൻസികളുടെ നേരത്തെയുള്ള റിപ്പോർട്ട് പ്രകാരം PFIക്ക് മാത്രം ഇതുപോലെ പരിശീലനം കൊടുക്കുന്ന 12ഓളം ആൾക്കാരുണ്ട് എന്നാണ് പറയുന്നത്. ഈ 12ഓളം ആൾക്കാർ എത്ര പേരെ ഇതിനോടകം പരിശീലിപ്പിച്ചു എന്നുള്ളത് കൃത്യമായി നിങ്ങൾ ആലോചിക്കുമ്പോൾ മനസ്സിലാവും കേരളം നേരിടുന്ന ആ അപകടകരമായ അവസ്ഥയെക്കുറിച്ച്. ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, എന്തിനാണ് ഇത്രയും ആൾക്കാരെ പരിശീലിപ്പിക്കുന്നത്? അതിൻ്റെ കൃത്യമായ ഉത്തരം ആ 950 പേരുടെ ലിസ്റ്റ് ഉള്ള ഹിറ്റ് ലിസ്റ്റിലുണ്ട്. ഈ 950 എന്ന് പറയുന്ന ഒറ്റ ലിസ്റ്റിലല്ല, 3 ലിസ്റ്റുകളിലായിട്ട് ഇതിൽ ആൾക്കാരുടെ പേരുകൾ സഹിതം NIA പിടിച്ചെടുത്തിട്ടുണ്ട് 3 ആൾക്കാരിൽ നിന്ന്. അതിലൊരു ജില്ലാ ജഡ്ജിയുടെ വരെ, മുൻ ജില്ലാ ജഡ്ജിയുടെ വരെ പേരുണ്ടായിരുന്നു. നിരവധി പൊളിറ്റീഷ്യൻസിൻ്റെ പേരുണ്ടായിരുന്നു. അങ്ങനെ നിരവധി മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ പേരുകളുള്ള ഹിറ്റ് ലിസ്റ്റാണ് ഇവർ പിടിച്ചെടുത്തത്. അപ്പോൾ ഇവരെന്തായിരുന്നു യഥാർത്ഥത്തിൽ പ്ലാൻ ചെയ്തിരുന്നത് എന്നുള്ളതാണ് വളരെ കൃത്യമായി ഇതിൽ നിന്ന് വെളിവാകുന്നത്. കൃത്യമായ സമയത്ത് സെൻട്രൽ ഗവൺമെൻറ് വളരെ അപ്രതീക്ഷിതമായി PFI എന്ന് പറയുന്ന തുർക്കിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയെ നിരോധിച്ചതുകൊണ്ട് മാത്രമാണ് കേരളം ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷേ ഇങ്ങനെ ഒരു വലിയ അപകടത്തിൽ നിന്ന് കേരളം രക്ഷപ്പെട്ടത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഭരണാധികാരികൾക്കോ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിനോ ഇവിടുത്തെ പോലീസിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനത്തിനോ അറിയാമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കാരണം ഈ പറയുന്ന മൊയ്തീൻകുട്ടി കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായി ഇത്രയും ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. മൊയ്തീൻകുട്ടി ഒരാളല്ല, ഇതുപോലെ വേറെ ട്രെയിനർമാരും ഉണ്ട് എന്ന് പറഞ്ഞു. ഈ ആൾക്കാരെ കേരളം എന്തുകൊണ്ട് അറിഞ്ഞില്ല? ഇവരുടെ പ്രവർത്തികൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല? ഇതിലെന്തെങ്കിലും അന്വേഷണം ഈ മൊയ്തീൻകുട്ടി ഉൾപ്പെടെയുള്ള ആൾക്കാർക്കെതിരെ നടന്നിട്ടുണ്ടോ? ഒരു കേസെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. അപ്പോൾ ശരിക്കും കേന്ദ്രം ഭരിക്കുന്നത് BJP അല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ പ്രാധാന്യം കൊടുക്കാത്ത ഒരു സംവിധാനമായിരുന്നു കേന്ദ്രത്തിലെങ്കിൽ, തീർച്ചയായിട്ടും മൊയ്തീൻകുട്ടി ഇപ്പോഴും കേരളത്തിൽ തന്നെ ഉണ്ടാകുമായിരുന്നു. മൊയ്തീൻകുട്ടി ഇപ്പോഴും തൻ്റെ പരിശീലന ക്ലാസ്സുകൾ തുടരുമായിരുന്നു. അതാണ് ഇതിൽ നിന്ന് വെളിവാകുന്ന മറ്റൊരു വിഷയം. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയുന്നതാണ്, കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് ഇപ്പോഴും ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. ഇനി അവസാനം ഒരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതുകൂടി നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി മുന്നിൽ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. മൊയ്തീൻകുട്ടി ഇത്രയും ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്തു എന്ന് പറയുന്നു. മൊയ്തീൻകുട്ടിയെ പോലെ 12 പേര് മാസ്റ്റർ ട്രെയിനേഴ്സായിട്ടുണ്ട് എന്ന് പറയുന്നു. ഇവർക്കൊക്കെ ട്രെയിനിങ് എവിടെ നിന്നാണ് കിട്ടിയത്? ആ ചോദ്യവും നമ്മൾ ചോദിക്കണ്ടേ? ആ വിഷയവും നമ്മൾ അന്വേഷിക്കണ്ടേ? ഇവർ വിദേശത്താണോ ഇവർക്ക് ട്രെയിനിങ് കിട്ടിയത്? ഇവർ തുർക്കിയിൽ പോയിട്ടാണോ പാകിസ്ഥാനിൽ പോയിട്ടാണോ ഇവർക്ക് ട്രെയിനിങ് കിട്ടിയത്? അപ്പോൾ ഇവരെ ആരാണ് പരിശീലിപ്പിച്ചത്? തീർച്ചയായിട്ടും അവർക്കും പരിശീലനം വേണമല്ലോ, എന്നാലല്ലേ അവർക്ക് മറ്റുള്ളവരെ പരിശീലിപ്പിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഈ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, നമ്മളുടെ കേരളത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ല,
അടിത്തട്ടിൽ മറ്റു പലതും നടക്കുന്നുണ്ട്. നമ്മളുടെ മാധ്യമങ്ങൾ ഒന്നുകിൽ അതിനോട് കണ്ണടയ്ക്കുന്നു, അല്ലെങ്കിൽ അവർ അറിയുന്നില്ല. നമ്മളുടെ പോലീസ് സംവിധാനത്തിനും കേരളത്തിൽ ഇത്ര വ്യാപകമായ ഒരു പരിശീലനവും ആയുധ പരിശീലനവും ഹിറ്റ് ലിസ്റ്റിൻ്റെ സാന്നിധ്യവും ഒക്കെ ഉണ്ടായിട്ടും നമ്മുടെ സംവിധാനം പോലും അത് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ആവർത്തിച്ച് പറയുന്നത് കേരളം ഇരിക്കുന്നത് ഒരു വലിയ അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ്, അതെപ്പോൾ വേണമെങ്കിലും പൊട്ടാമെന്ന്. പക്ഷേ അത് അധികൃതർ മനസ്സിലാക്കാതെ എപ്പോഴും ദില്ലിയിൽ നിന്ന് NIA വന്നിട്ട് ഇവിടെ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. തീർച്ചയായിട്ടും അത് കേരളത്തിലെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ളവർ കൃത്യമായി നോക്കിക്കാണേണ്ട വിഷയമാണ്, കൺസിഡർ ചെയ്യേണ്ട വിഷയമാണ്. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.